ഹലോ ഹലോ പറഞ്ഞോ. ആ എന്നാ അത് നമ്മളായിട്ട് ഉണ്ടാക്കിയല്ലാണ്. അവൻ വന്ന് വണ്ടി വിറ്റ് ചെയ്യപ്പോഴത്തേക്ക് ഉണ്ടായ സിറ്റുവേഷൻ ആണ്. അവൻ വന്ന് വണ്ടി പിറ്റിയപ്പോ ഉണ്ടായ സിറ്റുവേഷൻ ആണ്. ആ നമ്മളായിട്ട് ഉണ്ടാക്കിയല്ല. സാധാരണ ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനിൽ നമ്മളെല്ലാം കൊടുത്ത് കോംപ്രമൈസ് ചെയ്ത് ലീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വരാൻ എന്താണ് ബുദ്ധിമുട്ട്? പിന്നെ നിങ്ങൾ തിരിച്ചു പോയല്ലോ രണ്ടുപേരും, അതെന്തിനായിരുന്നു? ഇല്ല തിരിച്ചൊന്നും പോയില്ല. അവരാണ് വിടത്തില്ല, ആദ്യം വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് വന്നായിരുന്നല്ലോ. ഞങ്ങളുടെ വന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോയ എന്തിനാ? ഇല്ല തിരിച്ചു പോയില്ല. അത് വണ്ടി എടുക്കാനായിട്ട് രണ്ടാമതെന്ന് പറഞ്ഞു. വണ്ടി എടുത്തിട്ട് പോകാൻ പറഞ്ഞു. നമ്മള് പറഞ്ഞു സരക്കണം പറഞ്ഞു കയറാൻ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു കയറിയായിരുന്നു. ഹലോ ഹലോ ആ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തടാ. പോയി പറഞ്ഞോട്ടാ. ഇവൻ എന്നെ പിക്ക് ചെയ്യാൻ വരുമായിരുന്നു. അപ്പൊ ഇവൻ എന്തോ അവരുടെ വണ്ടി എന്തോ പിറ്റ് ചെയ്ത് എന്നിട്ട് ഇവനായിട്ട് ചേസ് ആയിരുന്നു. അപ്പൊ ഞാനും പകുതി വെച്ച് കയറി. എന്നിട്ട് ഞങ്ങളുടെ കൂടെ എസ് ആറില് ആ ടൈമിൽ എന്തോ ഒരാളെന്തോ ഉള്ളായിരുന്നു തോന്നുന്നു. സാറില് ഒരാൾ നിന്ന് രണ്ടുപേരെ ഹോസ്റ്റേജ് എടുത്ത്. അല്ലല്ലോ 1-2 പേരെ ഉള്ള ആ ടൈമില്. അപ്പഴത്തേക്ക് നമ്മള് അവിടെ കുറെ നേരം പിറ്റിംഗ് ആയിട്ട് നമ്മൾ അവന്മാർ ടയറിനിട്ട് വെടി വെച്ച്. അല്ല എത്ര നാളായിട്ട് ഗ്യാങ് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് സാധാരണ? അല്ല ഗ്യാങ് ഡ്രസ് ഇട്ട് സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് മറ്റേ നിങ്ങൾ രണ്ടും മറ്റേ സിറ്റിയിലെ മറ്റേ ഇമോർട്ടൽസ് ആണോ? അതായത് നിങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ കോള് തരാൻ എന്താടാ റേഡിയോ കളക്ട് കോള് ഞങ്ങളുടെ മുമ്പായിരിക്കുന്നു. ഞങ്ങളുടെ ബാക്കി ടിവിയിലെ ഗ്യാങ് മെമ്പേഴ്സ് ഒക്കെ മുമ്പായിരിക്കുവാണോ? നീയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ചോദിക്കാനും കണ്ടോന്റെ വായിക്കുന്ന കൊട്ട കേൾക്കാനും മാത്രമാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങളിവിടെ മുമ്പാനല്ലേ ഗ്യാങ് ഡ്രസ് ഇട്ടിരിക്കുന്നത്. ലീഡേഴ്സും കോ ലീഡേഴ്സും ഒക്കെ എന്തിനിരിക്കുന്നു ഇവിടെ? നിനക്കൊക്കെ കണ്ട പോലെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് മറ്റേ കയറി പോകാനാണെങ്കിൽ റേഡിയോയിൽ കോൾ പറയണമായിരുന്നു. നിനക്കൊക്കെ അത്ര നേരം സംസാരിക്കുന്ന സമയത്ത് റേഡിയോ ഒരു ബട്ടൺ ഞെക്കി റേഡിയോയിൽ കണക്ട് ചെയ്തിട്ട് കോൾ പറയാൻ പറ്റത്തില്ലായിരുന്നു SRR ആയിട്ട് സിറ്റുവേഷൻ ആയെന്ന്. ഇങ്ങനെ അല്ലല്ലോ നീയൊക്കെ. ഒരു ചെറിയ അടിയോ ഏതെങ്കിലും ഒരുത്തൻ നിന്റെ വണ്ടിയിലൊന്നും വന്ന് പിറ്റ് ചെയ്താലോ ഉടനെ ചൊറിയായിട്ടുണ്ട് അണ്ണാ നമ്മളിതാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ലൊക്കേഷൻ പറയുമല്ലോ. എന്താ ഇന്ന് പറയാഞ്ഞ്? അതാ എന്റെ ചോദ്യം. പെട്ടെന്ന് ഉണ്ടായ സിറ്റുവേഷൻ കണ്ണാപ്പി. ഈ സിറ്റിയിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ പറയട്ടെ. റേഡിയോയുടെ കാര്യം ഓർത്തില്ല കണ്ണാപ്പി. ഞാൻ നിന്റെ അടുത്ത് ക്ലിയർ കട്ട് ആയിട്ടൊരു കാര്യം പറയാം. ഈ സിറ്റിയിൽ ടിവിയുടെ 60% വാർ അല്ലെങ്കിൽ 50% വാർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 50% വാറും നീ ഉണ്ടാക്കി വെച്ചതായിരിക്കും. അതിൽ നീ ഉണ്ടാക്കി വെച്ചതാ. ഇതിനൊക്കെ നീ കറക്റ്റായിട്ട് ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഈ 50% ഇതിനു വേണ്ടി നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ വന്നിട്ടുമുണ്ട്. നീയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗ്യാങ് ഡ്രസ് ഇട്ട് തോക്കും എടുത്ത് അവന്മാരുടെ അടുത്ത് പോയി കൊണ പറഞ്ഞിട്ടുണ്ട്. അവന്മാരുടെ വായിരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വട്ടം പോലും നിന്നെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. നീ എടുത്തൊരു സിറ്റുവേഷനിൽ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇല്ല. അപ്പം തിരിച്ച് ആ റെസ്പെക്ട് ഞങ്ങൾക്കും കിട്ടണം. നമ്മള് റേഡിയോ കണക്ട് ചെയ്യാൻ വിട്ടുപോയി. നല്ല റീസൺ. ഒരു കാര്യം പറയട്ടെ ബോബോയ്ക്ക് ഞാൻ ലാസ്റ്റ് ഒരു ചാൻസ് തരാം. കള്ളം പറയണെങ്കിൽ ഇപ്പൊ പറ. അല്ല കള്ളല്ല കാര്യം സീരിയസ് നമുക്ക് കാര്യം പറയട്ടെ. നിങ്ങളത് ഇപ്പൊ നിങ്ങളത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഇത് വെച്ച് ഞാൻ ചോദിച്ചാണ്. അപ്പൊ ഇത് മനസ്സിലായി. എനിക്ക് നിങ്ങളടുത്തുള്ള ഒരു ഇതിന്റെ ബേസിലാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് കള്ളോട് പറഞ്ഞത് എനിക്കറിയാം, മനസ്സിലായ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇനി നിക്കത്തില്ല കൂടെ, അത്രേ ഉള്ളൂ. ശരി, വാസ് എന്താ വെച്ചാ പറഞ്ഞു. അല്ല ഞാൻ ചോദിക്കട്ടെ, റേഡിയോ എന്ത് കണക്ട് ചെയ്യാത്ത കാര്യം? കാരണം തിരിച്ചു വരുമായിരുന്നു. ഗ്രൈൻഡ് ചെയ്തിട്ട് വന്ന വഴിയായിരുന്നു. അപ്പൊ പിന്നെ ആ സമയത്തൊന്നും റേഡിയോ കയറിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കയറാനുള്ള ഒരു ഇതും ആ ടൈമിൽ വന്നില്ല. അതുകൊണ്ട് സീരിയസ് ആണെങ്കിൽ നമുക്ക് അന്നാ ഒരു കാര്യം സിറ്റുവേഷൻ എടുക്കാം. SRR സിറ്റുവേഷൻ എടുക്കാം. നമ്മുടെ മുമ്പ് വെച്ച് അത്രയും ഞാനതാണ് ചോദിച്ചത്. സിറ്റുവേഷൻ എടുക്കാനായിട്ട് സിറ്റുവേഷൻ എടുക്കണ്ടേ? ഇപ്പം നിന്നെയൊക്കെ കൊണ്ട് മുട്ടയിൽ ഇരുത്തുന്നുണ്ടല്ലോ അവിടെ. നാണം ഇല്ലേ നിനക്കൊന്നും? നമുക്ക് ഗ്യാങ് ഫണ്ട് കളക്ഷൻ നാളത്തേക്ക് സിറ്റുവേഷൻ എടുക്കാം. നിന്നെയൊക്കെ മുട്ടയിൽ ഇരുത്തിയല്ലോ. രണ്ടുമാരോടെ കൊണ്ടിരുത്താം. തിരിച്ച് പറയാനുള്ള കൊണേ രണ്ടുപേരെ ഹോസ്റ്റ് അടിച്ച് ഇവിടെ കൊണ്ടു നിർത്തും.
ബാക്കി അമ്മമാരെ നമുക്ക് ടോർച്ചർ ചെയ്യാം, കക്കൂസ് കഴിപ്പിക്കുക, എന്തോന്ന് വെച്ചാൽ ചെയ്യിപ്പിക്കാം. കൊണ്ടുപോ ഗ്യാങ് ഹൗസ്. എനിക്ക് ഫണ്ട് വേണ്ട, ഗ്യാങ് ഫണ്ട് ഒന്നും വേണ്ട. പോയി ഇതെടുത്തിട്ടോ, ചേച്ചി, എനിക്ക് ഫുഡ് പോയി എടുത്തിട്ടോ, ഹോസ്റ്റ് എടുത്തിട്ടോ. ഐഡി പറ, ഐഡി. ഹലോ ഹലോ മുള്ളി എവിടെ നിൽക്കുന്നോ? എന്താ ഞങ്ങൾ ഗ്യാങ് ഹൗസിലുണ്ടാ. മുള്ളി ഗ്യാങ് ഹൗസിന്റെ പുറത്തോട്ട് ഒന്ന് വരാവോ? ഗ്യാങ് ഫണ്ട് കളക്ഷൻ ക്യാൻസൽ ചെയ്തു, നാളത്തേക്കാക്കി. നാളത്തേക്കാക്കി? എന്തുപറ്റി? ഇവിടെ കുറച്ച് അമ്മമാർക്ക് ആണോ? അപ്പൊ നാളത്തേക്ക് കൊണ്ടുവന്നാ മതിയോ? നീ ഇപ്പൊ എവിടെ ഉണ്ട്? മുള്ളി ഒന്ന് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോ മുള്ളി മൂട് പോയില്ലേ? നിക്ക് ഒരു മിനിറ്റ്. ആ വണ്ടി എന്റെ ഗണ്ണ് അല്ല അമ്മയുടെ സിറ്റുവേഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മരെ തീർക്കണമല്ലോ. അവർ ഓൾറെഡി ഒരു സിറ്റുവേഷനില്ല. അവരോൾറെഡി സിറ്റുവേഷനിലാണോടാ സരക്കെ? അല്ലടാ അങ്ങനല്ലടാ അമ്മരെ ഇതിപ്പോ ഈ സിറ്റുവേഷൻ അമ്മ സ്റ്റാർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മരെ തീർക്കണമല്ലോ. അത് വേറെ സിറ്റുവേഷൻ എടുക്കാൻ പറ്റും. അല്ലാണ്ട് അമ്മർക്ക് നമ്മുടെ സെർവറിന്റെ ഓഡിൽസ് വേണ്ടി അടുത്ത് പോണാരാ പോകാൻ പറ്റില്ല. അവന്റെ അടുത്തോട്ട് സത്യം അവന്മാര് ഒന്നും ചെയ്തിട്ടില്ല. അവന്മാര് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അവന്മാര് മര്യാദക്ക് കാര്യം പറഞ്ഞ ഡീസന്റ് ആക്കിയാണ്. അവന്മാര് പറഞ്ഞ അമ്മയുടെ അടുത്ത് പോയി നമ്മൾ അവന്മാര് മറ്റേ ഇങ്ങനെ ചെയ്യുന്നത് കിടിലാണെന്നൊരു തോട്ട്. അതാണ് സംഭവം. ഇങ്ങനെ ചെയ്താൽ അവര് കിടിലായി. നമ്മളെയൊക്കെ നമ്മളെ പറ്റിച്ചു എന്നുള്ളൊരു തോന്നലാണ് വിചാരം. ഒന്നും പറയില്ല. അന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് സാധനം നമ്മള് ഇല്ലെങ്കിൽ ഉണ്ടെന്നെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഇതിനെ പിന്നെ ഒരു ഇതുണ്ടായത്. ആര് ഒന്നും പറയാതെ ലാസ്റ്റ് മിനിറ്റ് കയറി ഒന്ന് അമ്മമാരെ അല്ലടാ ചന്ദ്ര, നമ്മളിത് പോയിട്ട് വെറുതെ സാറുടെ സിറ്റുവേഷൻ എടുക്കുന്ന ഷോ കൊണ്ടാ. എടാ അമ്മമാര് വേറെ സിറ്റുവേഷനില്ല. തിരിച്ചു വന്നേ ട്രിക്കി പപ്പടം. ഞാൻ പറയണ കേക്ക്. നമുക്കൊരു മര്യാദയുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്കറിയാം എന്തോ കാര്യം എന്ന്. അതുകൊണ്ട് നേരെ തിരിച്ചു വന്നേ. വേണ്ട, വാ തിരിച്ചു വാ. അമ്മമാർ ഇന്നലെ തൊട്ടേ SRR എൽഫയർ ഇന്നലെ തൊട്ടേ ഹോൾഡിലൊക്കെ ആയി ആകെ റീ എൻട്രി ഒക്കെ ആയിട്ട് ഇതാക്കിയതാണ്. വേണ്ട, വാ. സൗത്തേ ഞാൻ പറയുന്ന കേക്ക്. സൗത്തേ ഗ്യാങ് സിറ്റുവേഷനാ, നീ ലീവ് ചെയ്തേ. നീ ഒരു കാര്യം സജി, നീ ഇങ്ങോട്ട് ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് വന്നു. അണ്ണാ ജസ്റ്റ് ഈ സമയം കൊണ്ട് സജിക്ക് SRR പേടിയെന്ന്. അയ്യേ എടാ നീയൊക്കെ ശരിയായ പട്ടിത്തീട്ടമാണ്. നിന്നെ ഒന്നും ഇതുവരെ ചാറ്റിൽ പോലും കണ്ടിട്ടില്ലല്ലോ. ഇന്ന് ഏതോ ഗ്രൂപ്പിൽ വന്ന മെസ്സേജിന്റെ പുറത്ത് കണ്ണാപ്പിയെ പൊരിക്കുന്ന കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരുന്ന് ചിലക്കുന്ന പുണ്ടച്ചി. അത്രേ ഉള്ളൂ നിന്റെ വില. മനസ്സിലായോ? നിന്റെ വില ഞങ്ങൾക്ക് അത്ര തരാവുള്ളൂ. നിനക്ക് അതിൽ കൂടുതൽ വില തരാനില്ല. നീ മറ്റേ കക്കൂസിലെ കണ്ടിയാണ് നീ. അതിനെന്ത് വിലയാണ് നമ്മൾ കൊടുക്കുന്നത്? മറ്റേ വെള്ളം ഒഴിച്ച് ഫ്ലഷ് ചെയ്ത് കളയും. അതാണ് ഇപ്പൊ ഞാൻ ഫ്ലഷ് ചെയ്തു. നീ ഇപ്പൊ പോയി. നീ ഇപ്പൊ മറ്റേ കുഴലിനകത്തൂടെ സെപ്റ്റിക് ടാങ്കിൽ പൊക്കോണ്ടിരിക്കുക. അതാണ് ഇപ്പൊ ചാറ്റി കാണുന്നത്. കണ്ടാ ഇങ്ങനെ നീ സെപ്റ്റിക് ടാങ്കിലോട്ട് വീണോണ്ടിരിക്കുക. ഇനി അവിടെ നീ മണ്ണിലങ്ങ് അലിഞ്ഞു തീരും. അങ്ങനെ തീരേണ്ട തീട്ടമാണ് നീ. ഇപ്പൊ അവനുണ്ടല്ലോ. ഇപ്പം ഈ ടീമുകളൊക്കെ ഏതാണെന്നറിയോ ഗൈസ്? ഇപ്പൊ നമ്മൾ SRR ആയിട്ട് പോയ സിറ്റുവേഷൻ ആവണം. എന്നിട്ട് ഇത് ഏതെങ്കിലും കണ്ടന്റ് അപ്ലോഡ് ആകുമ്പോൾ അവിടെ ചെന്നിട്ട് ഒരു സിറ്റുവേഷനിൽ എൽഫയർ ആയിട്ടിരുന്ന സിറ്റുവേഷൻ്റെ ഇടയ്ക്ക് TVയെ പോയി കാണിച്ച ഊമ്പിത്തരം കണ്ടോ? ഇവന്മാരായിരുന്നെങ്കിൽ ഇത് എന്ത് ചെയ്തേനെ എന്ന് കമന്റ് ഇടാൻ വെയിറ്റ് ചെയ്തിരുന്ന വാണമാണത്. മനസ്സിലായോ? എടാ സജിയുടെ അടുത്തൊക്കെ TVയുടെ ലോഗോ എടുത്തിട്ട് വരാൻ പറയട്ടാ. എന്റെ ലൈവ് ഇന്നലെ അടക്കം കാണാൻ വന്ന കമ്മ്യൂണിക്കേഷൻ RP പ്രോപ്പർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാണാൻ വന്ന ഒരു 13,000 പേരുണ്ട്. ബാക്കി 1,400 പേര് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
ഓ ഓ ഓ ഹലോടാ ഹലോ ഞാൻ ഗാങ് ഫണ്ട് കളക്ഷൻ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റിയടാ. ഒരു വള്ളിയാവെന്ന് വിചാരിച്ചതാണ് ഞാനും. പറ അണ്ണാ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പിള്ളേരാണ്. അന്ന് എല്ലാവർക്കും ഇത് കുറച്ച് പിള്ളേര് പിന്നെയും ഒന്നും വന്നിട്ടില്ല. ബ്ലാക്ക് മാഫിയിലാണ് 11 പേരുണ്ടല്ലേ നിങ്ങള് മൊത്തം? ഓ ആടാ. എല്ലാവർക്കും ഹായ്. എല്ലാവരുടെ പേരൊക്കെ എങ്ങനെ? കൈവക്കിട്ട് പറഞ്ഞു അല്ലെ? ഇങ്ങനെ ഒരു കൈവക്കി പറഞ്ഞു. നിങ്ങളെ പ്ലാൻ കാണാനല്ലേ? കാണാം. എന്റെ പേര് കടയാടി തമ്പി. അടുത്തത് ടോം ലിയോ. ഓക്കെ സ്പിച്ചാണ് ഇവിടെ ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ പരിപാടി, അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയിലെ മാപ്പും സംഭവങ്ങളൊക്കെ ഓ ഓക്കെ ഞാൻ മൂസ മൂലംകുഴി സൗദയൻ. നീലമുടി ലിയോണ്. പിന്നെ പുറകിൽ ഓടി വന്ന പയ്യൻ ലെവി അസ്രയേൽ. എല്ലാവർക്കും ഹായ്. തന്നത് ഭയങ്കര താങ്ക് യു. അന്ന് കൊണ്ട് തന്ന അത്രയും, ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയൊരു എമൗണ്ട് കൊണ്ട് തന്നപ്പോഴത്തേക്ക് കിളി പോയി. അപ്പൊ അതിൽ ഗ്രൈൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. സത്യം. അണ്ണന്റെ ഐഡി എത്ര? എന്റെ ഐഡി 242. എന്താണോ വരാൻ പോണേ? എന്റെ അമ്മ, 6000 തുളസിയാ? 6000 തുളസി 6000 ആവോ? നിങ്ങൾക്ക് ഇതിനൊരു കുറവുണ്ടാവില്ല. ഇപ്പൊ വിളിക്കാം ബാബുന്. എടാ ഞാനിത് നിങ്ങൾ എന്ത് പറയണം? ഞാൻ കുറച്ചു മുമ്പ് പോലും നിങ്ങളുടെ കാര്യം ഞാൻ ഒരിടത്ത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എടുക്കണ കമ്മിറ്റ്മെന്റിന്റെ അണ്ണന്റെ വായിന്ന് ഞങ്ങളുടെ പേരുകളും ഞങ്ങൾ ഈ ബ്ലാക്ക് മാഫിയ എന്നുള്ള ഒരു പേര് അണ്ണന്റെ വായിന്ന് വന്നത് തന്നെ സന്തോഷമാണ്. അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും അണ്ണന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ പേര് പറയുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അയ്യോടാ, താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഒരുപാട് സീരിയസ്ലി പറയാ. ഈ ഒരു ഡെഡിക്കേഷൻ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഇല്ലാത്തൊരു കാര്യം വെളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. പറയാതിരിക്കാൻ വയ്യാട്ടോ. അതില് ശരിക്കും റെസ്പെക്ട്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു സാധനം കൊണ്ട് തരുന്നത് ഒരു വല്ലാത്ത അപ്രീഷിയേറ്റബിൾ കാര്യം തന്നെയാണ്. 6000 തുളസിയും. ഓ വിഷയടാ. അത്രേ ഉള്ളൂ. നിങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹം ഉണ്ടോ? അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്കും അങ്ങനെ തന്നെയാണ്. അതായത് ടിവിയില് 20 ആകെ ഒരു ഗുണം മെമ്പേഴ്സിന്റെ ഗ്രൈൻഡിങ് ടാർഗറ്റ് ആണ് നിങ്ങൾ ഇപ്പൊ കൊണ്ട് തന്നത്. ചിരിക്കുന്നു നോക്ക്. ഞാൻ കാര്യം പറഞ്ഞ ഞാൻ ഈ ഒരു സമയത്ത് പറയണേ, കാരണം നമ്മൾ ഈ സംഭവം ഇവർ തുടങ്ങിയപ്പോഴേ ബ്ലാക്ക് മാഫിയ, എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നോ, ഈ ചായം ബെല്ലാരിയെ കൊണ്ടുവന്നാല് എനിക്ക് കുറച്ച് പിള്ളേരെ അവന്മാർക്ക് നമ്മൾ കാരണം ഒരു ഇതുണ്ടാവണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് എന്ന രീതിയിൽ തുടങ്ങിയാണ്. പക്ഷെ നമ്മുടെ കൂടെ നിന്ന് കുറെ പേരൊക്കെ നമ്മളെ വൃത്തിയ അതറിയാം. അത് കുറെ പേര് നമ്മൾ ഇതാക്കിയായിരുന്നു. കുറെ ഈ ഒരു പേര് അല്ലെങ്കിൽ ആവണന് മുന്നേ കുറെ പേര് കൂടെ നിന്ന് ഇതാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ശവന്മാരൊക്കെ ഇനി പുറത്ത് നിന്ന് കാണും ഇത് എന്തായാലും. ഞാനിപ്പോഴും പറയാണ്, നിങ്ങൾ ഇതിൽ ഒതുങ്ങി നിൽക്കരുത്. നിങ്ങള് ഇപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം ഒരു കമ്മ്യൂണിറ്റി വെക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ബാക്കപ്പ് എന്നുള്ള രീതിയിലല്ല. ബെല്ലാരിയൊക്കെ ഇതായതുപോലെ നിങ്ങൾ വരണം മുമ്പോട്ട്. എനിക്ക് അത് പയ്യെ ഫാമിലി ആവണം. അതെ, അതങ്ങനെ കൊണ്ടുവരണം. അല്ലാതെ ഇത് മാത്രം ഇങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാത്രം ഇരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇതാക്കി കൊണ്ടുവരണം. അവന്മാർ പ്ലാൻ സിറ്റിയിൽ ഇവന്റ് നമുക്ക് കുറെ പ്ലാൻ ഇവന്റ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇവന്റ് സംഭവങ്ങളൊക്കെ സെറ്റ് ആയി കൊണ്ടുവരുന്ന സിറ്റിയിൽ അന്ന് നമ്മൾ ചെയ്തില്ല. അതുപോലെ ഇവന്റ് സംഭവങ്ങളൊക്കെ അവന്മാർ എല്ലാ വീക്കും കൊണ്ടുവരാം. നമ്മൾ പ്ലാൻ മനസ്സിലായി. എടാ എനിവേ, എങ്ങനെ എനിക്ക് താങ്ക് യു പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താങ്ക് യു സോ മച്ച്. അതെന്തായാലും ഉണ്ടാവും. അതിന് പുറമെ പറഞ്ഞതാണ്. മാത്രമേ അപ്പൊ അടുത്ത
രായന്റെ ഒരു ഫാമിലിയായി അടുത്ത